തെക്കൻ ഗസയിലെ റഫയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 20 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ ഹിസ്ബുള്ള ആക്രമണം തുടർന്നാൽ തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെ സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിലെ 11 പേർ കൊല്ലപ്പെട്ടു. ജാലസോൺ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് 14 പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തു. തെക്കൻ മധ്യ ഗസയിൽ ഇസ്രായേലിന്റെ കനത്ത ആക്രമണം തുടരുകയാണ്. റഫേൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 20 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ ആക്രമണം തുടർന്നാൽ തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് ഇസ്രായേൽ UN രക്ഷാസമിതിയിൽ പ്രസ്താവിച്ചു. ഇസ്രായേൽ ആക്രമണങ്ങൾക്കെതിരെ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിലുണ്ട്. ദക്ഷിണാഫ്രിക്കയുടെ നടപടിയെ ഇസ്രായേൽ രൂക്ഷമായി വിമർശിച്ചു. ഗസ പകർച്ചവ്യാധി ഭീഷണിയിലാണെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദനം വ്യക്തമാക്കി. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിലെ 11 പേർ കൊല്ലപ്പെട്ടു. വടക്കൻ റാമള്ളയിലെ ജലസോൺ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് 14 പലസ്തീൻ പൗരന്മാരെ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തു. ഗസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻ പൗരന്മാരുടെ എണ്ണം 21,507 ആയി. ഇന്റർനാഷണൽ ഡെസ്ക് 24.